എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിഫോം മോഷനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിരുന്നു. നമ്മൾ കണ്ടതാണ് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് വിൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം വെൻ ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. പക്ഷേ എത്ര ഫാസ്റ്റായാണ് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഏത് ഡിറക്ഷനിലാണ് ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫിഗറിൽ ഞാൻ രണ്ട് സിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഒരു സിറ്റിയെ ഞാൻ സിറ്റി എ എന്നും മറ്റൊരു സിറ്റിയെ സിറ്റി ബി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സിറ്റിയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ഹൈവേ ഉണ്ട് എന്ന് വിചാരിക്കും. എന്തിനാണ് നമ്മൾ സ്ട്രെയിറ്റ് ഹൈവേ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. വൺ ഡയമെൻഷണൽ മോഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഈ രണ്ട് സിറ്റീസിനിടയിലുള്ള ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ ആണ് എന്ന് കരുതും. ഒരാൾ രാവിലെ 7 മണിക്ക് എ എന്ന സിറ്റിയിൽ നിന്നും ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്നു ടുവേഴ്സ് ദ സിറ്റി ബി. ആൻഡ് ലെറ്റ് ഹി റീച്ച് ദ സിറ്റി ബി അറ്റ് 9 AM. So what is the total time taken? Yes, 2 hours. ഈ 2 ഹവേഴ്സിൽ കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് നോക്കി. അത് നമുക്കറിയാം, അത് 100 കിലോമീറ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 hour? ദാറ്റ് ഈസ് 100 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 2 hours. അത് നമുക്ക് 50 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഈ 50 കിലോമീറ്റർ പെർ അവർ എന്നത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ യൂണിറ്റ് ടൈമാണ്. And that displacement per unit time is called average velocity. So to calculate the average velocity, first you calculate the total displacement, then divide it with the time taken. So you will get the ratio of the total displacement to total time taken, and that ratio is given the name average velocity. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആവറേജ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കൂടി ഫോം ചെയ്യിക്കാം. ഇപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ദ കാർ ഈസ് അറ്റ് ദി സിറ്റി എ അറ്റ് 7 AM. ഇതിനെ മാറ്റിയിട്ട് നമുക്കിതിന് ഫിസിക്സിൻ്റെ ലാംഗ്വേജിൽ പറയാം. കാർ എന്നുള്ളത് നമുക്ക് പാർട്ടിക്കിൾ എന്ന് പറയാം. സിറ്റി എ എന്നുള്ളതിന് പകരം ഞാൻ പറയുന്നു x1. 7 AM പകരം നമുക്ക് പറയാം t1. സോ വി ക്യാൻ സേ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം t1 ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് x1. ദിസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. അങ്ങനെയാണെങ്കിൽ സിറ്റി ബിയുടെ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം t2 ദ പാർട്ടിക്കിൾ ഹാസ് എ പൊസിഷൻ x2. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡെൽറ്റ x ഈക്വൽസ് x2 മൈനസ് x1. വാട്ട് ഈസ് ദ ടൈം ഇൻ്റർവൽ? ഇറ്റ് ഈസ് t2 മൈനസ് t1. If so, what is average velocity? Average velocity equals x2 minus x1 divided by t2 minus t1. ഇതിനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. ആവറേജ് വെലോസിറ്റി ഈക്വൽസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഡെൽറ്റ സ്റ്റാൻഡ്സ് ഫോർ എ ചേഞ്ച്. ഈ ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റും ആവറേജ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. ബട്ട് ദ SI യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. Since average velocity is the ratio of displacement to time, average velocity is a vector quantity. So we have the equation for average velocity. Average velocity equals total displacement by total time interval.
ആ ന്യൂമറേറ്റർ നോക്ക്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണത്. സോ ആവറേജ് വെലോസിറ്റി ഓൾസോ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിന് 0 ആകാൻ പറ്റുമല്ലോ, അപ്പോൾ ആവറേജ് വെലോസിറ്റിക്ക് 0 ആകാനും കഴിയും. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് യൂണിഫോം മോഷനിലുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. നോക്കൂ, എക്സ് ആക്സിസിൽ ഞാൻ ടൈം മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ഞാൻ പൊസിഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം T1 എന്ന ഇൻസ്റ്റൻറ്റിൽ ദ പൊസിഷൻ ഓഫ് ദി ഓബ്ജക്റ്റ് ഈസ് x1 ആൻഡ് പൊസിഷൻ ഓഫ് ദി ഓബ്ജക്റ്റ് ഈസ് x2 അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം T2. നമുക്ക് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. സോ സ്ലോപ്പ് ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ശരിയല്ലേ? ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്താ കാണുന്നത് നോക്കൂ, x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 അല്ലേ? അതെന്താ? ആവറേജ് വെലോസിറ്റിയാണ്. ദാറ്റ് മീൻസ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദി ഓബ്ജക്റ്റ്. ഈ സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഫിഗറിലേക്ക് നോക്കൂ. സ്ലോപ്പ് പോസിറ്റീവ് ആവണമെങ്കിൽ x2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ x1 അല്ലേ? ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം x2 ഗ്രേറ്റർ ദാൻ x1 ആണ്. സോ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്. എനിക്ക് ഒന്നുകൂടി അറിയേണ്ടത്, ഈ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ടുവേഴ്സ് ദ ഒറിജിൻ ആണോ ഓർ ഇറ്റ് ഈസ് മൂവിങ് എവേ ഫ്രം ദ ഒറിജിൻ? അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? നോക്കി, T1 എന്ന് പറയുന്ന ടൈമിൽ x1 ആണ് അതിൻ്റെ പൊസിഷൻ. ടൈം T2 ആയി ഇൻക്രീസ് ചെയ്തപ്പോൾ പൊസിഷൻ x1ൽ നിന്നും x2 ആയി മാറിയില്ലേ? x2 ഈസ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. സോ നമുക്ക് എന്താ പറയാൻ പറ്റുക? ദിസ് ഓബ്ജക്റ്റ് ഈസ് മൂവിങ് എവേ ഫ്രം ദ ഒറിജിൻ. തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ടു ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്. സോ ഇഫ് ദി സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് പോസിറ്റീവ്, ഇറ്റ്സ് മീനിങ് ഈസ് ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് മൂവിങ് എവേ ഫ്രം ദി ഒറിജിൻ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഇമാജിൻ ചെയ്യാം. നോക്കൂ, അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം T1, x1 ഈസ് ദ പൊസിഷൻ. At an instant of time T2, the position changes to x2. നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്ലോപ്പിന് നമുക്ക് ഇക്വേഷൻ അറിയാം. സ്ലോപ്പ് ഈക്വൽസ് x2 മൈനസ് x1 ബൈ T2 മൈനസ് T1. x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് ആ ഗ്രാഫിലേക്ക് നോക്കൂ. x2 മൈനസ് x1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ കേസിൽ x2 മൈനസ് x1 നെഗറ്റീവ് ആണ്. എന്താ റീസൺ? x2 ഈസ് ലെസ് ദാൻ x1. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവായി. സ്ലോപ്പ് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആവറേജ് വെലോസിറ്റി നെഗറ്റീവായി എന്നല്ലേ? ഈ ഓബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നോക്കൂ. മൂവിങ് ടുവേഴ്സ് ദ ഒറിജിൻ ആണോ മൂവിങ് എവേ ഫ്രം ദ ഒറിജിൻ ആണോ? ആ ഫിഗറിൽ x1ഉം x2ഉം മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കി. ടൈം T1ൽ നിന്ന് T2 ആയി ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊസിഷൻ x1ൽ നിന്നും x2 ആയി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ദാറ്റ് മീൻസ് ദിസ് ഓബ്ജക്റ്റ് ഈസ് കമ്മിങ് ടുവേഴ്സ് ദ ഒറിജിൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. If the slope of position time graph is positive, that object is moving away from the origin, and if the slope of position time graph or average velocity is negative, that object is coming towards the origin. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കൂടി ഇമാജിൻ ചെയ്യാം. ഈ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ദിസ് ഈസ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ സ്ലോപ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടൈം ഇൻസ്റ്റൻസ് ഇമാജിൻ ചെയ്യാം, T1 ആൻഡ് T2. ഈ രണ്ട് ടൈമിലെയും പൊസിഷൻസ് നോക്കൂ. x1ഉം x2ഉം സെയിം തന്നെയല്ലേ? ദാറ്റ് മീൻസ് x2 മൈനസ് x1 ഈസ് 0, വിച്ച് ഇംപ്ലൈസ് സ്ലോപ്പ് ഈസ് 0. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 0 ആണ്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 0 തന്നെ വരണം. കാര്യം നമുക്കറിയാം, ദിസ് ഓബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഓബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പും 0 ആയിരിക്കുന്നത്. ഈ ആവറേജ് വെലോസിറ്റി ബോഡി ട്രാവൽ ചെയ്യുന്ന ആക്ച്വൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇത് ഡിസ്പ്ലേസ്മെൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് n പോയിൻറ്റ്സിനെ മാത്രമേ ആവറേജ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. ആക്ച്വൽ പാത്ത് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ പുതിയ ഒരു ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആവറേജ് സ്പീഡ്. എങ്ങനെയായിരിക്കും ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ആവറേജ് സ്പീഡ് ഈസ് total path length divided by the total time taken.
ടോട്ടൽ പാത്ത് ലെങ്ത് എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ആവറേജ് സ്പീഡും എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും. ആവറേജ് സ്പീഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്ന SI യൂണിറ്റിൽ തന്നെയാണ്. ബട്ട് ആവറേജ് സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി വൈൽ ആവറേജ് വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈ ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ആവറേജ് സ്പീഡും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കുമോ, അതോ ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വരാറുണ്ടോ? അതറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ ന്യൂമറിക്കൽ ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. An object is moving along a straight line OP. OP എന്ന സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ആ OP എന്ന സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിലെ ഡിസ്റ്റൻസസ് അതുപോലെ മാർക്ക് ചെയ്യാം. It moves from O to P in 18 seconds and returns from P to Q in 6 seconds. What is the average velocity and average speed of the body in going 1 from O to P and 2 from O to P and back to Q? ആ ഫിഗറിൽ ഞാൻ ഈ ഓബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് വെലോസിറ്റി ഓഫ് ദി ഓബ്ജക്റ്റ് ഓൺ മൂവിങ് ഫ്രം O to P. ആവറേജ് വെലോസിറ്റി നമുക്കറിയാം, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഫിഗറിലേക്ക് നന്നായി നോക്കൂ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം O to P? ഒയുടെ പൊസിഷൻ കോർഡിനേറ്റ് 0 ആണ്, പിയുടെ പൊസിഷൻ കോർഡിനേറ്റ് 360 ആണ്. So x1 is 0, x2 is 360. Displacement is 360 minus 0. So the displacement is 360 meter. അതിനെടുത്തിരിക്കുന്ന ടൈം എത്രയാ? ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ടൈം ടേക്കൺ ഈസ് 18 seconds. So average velocity equals 360 meter divided by 18 second. This is equal to plus 20 meter per second. So this is the value of average velocity. ആ പോസിറ്റീവ് സൈൻ എന്താ കാണിക്കുന്നത്? ഓബ്ജക്റ്റ് ഈസ് മൂവിങ് എവേ ഫ്രം ദി ഒറിജിൻ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതേ ഇൻ്റർവെല്ലിൽ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് സ്പീഡ് നമുക്കറിയാം, ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഫിഗറിലേക്ക് നോക്കൂ. വാട്ട് ഈസ് ടോട്ടൽ പാത്ത് ലെങ്ത്? അഗെയിൻ യു ക്യാൻ സി ഇറ്റ് ഈസ് 360. കാൽക്കുലേറ്റ് ചെയ്തേ, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. സോ ആവറേജ് സ്പീഡ് ഈക്വൽസ് 360 meter divided by 18 second. Again you are getting 20 meter per second. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ കണ്ടത് എന്താ? ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ആവറേജ് സ്പീഡും ഈക്വലായി. ഇനി എല്ലാ സിറ്റുവേഷൻസിലും ഇത് തന്നെയാണോ അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുന്നത്. അടുത്ത പാർട്ടിൽ നോക്കൂ. ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം O, ഇറ്റ് കംസ് ടു P ആൻഡ് കംസ് ബാക്ക് ടു Q. നമുക്ക് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് വെലോസിറ്റിക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. Now you see the initial position is 0 and the final position is plus 240. So the displacement is plus 240 minus 0, which is equal to 240 meter. What is the total time taken? Total time taken is 18 second plus 6 second. എങ്ങനെ വന്നതെന്ന് അറിയാലോ? O to P travel ചെയ്യാൻ 18 seconds. Then P to Q travel ചെയ്യാനോ 6 seconds. So the total time is 18 plus 6. ഈ രണ്ട് വാല്യൂസും കൂടി ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ആവറേജ് വെലോസിറ്റി ഈക്വൽസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. എത്രയാണ് ആൻസർ വന്നതെന്ന് നോക്കി? 10 അല്ലേ? 10 meter per second. പോസിറ്റീവ് വന്നോ നെഗറ്റീവ് വന്നോ? യെസ്, പോസിറ്റീവ്. പ്ലസ് 10 meter per second. ഇനി നമുക്ക് ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്താലോ? ആവറേജ് സ്പീഡ് ഈസ് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ എത്രയാണ് പാത്ത് ലെങ്ത് എന്ന് നോക്കൂ. O to P 360 meter ഉണ്ട്. ദെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം P to Q. P to Q എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്ക്. 240 meter ആണോ? അല്ല. P to Q വരുന്നത് 360 minus 240 ആണ് അല്ലേ? അത് എത്രയാണ് വരിക? 120 meter. സോ ടോട്ടൽ പാത്ത് ലെങ്ത് എത്രയാണ്? 360 meter പ്ലസ് 120 meter. ടോട്ടൽ ടൈം ടേക്കൺ 18 second പ്ലസ് 6 seconds. ഈ രണ്ട് വാല്യൂസ് കൂടി ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. യു വിൽ ഗെറ്റ് ദ ആൻസർ ആൻഡ് യു ക്യാൻ സി ദി ആൻസർ ഈസ് നൗ 20 meter per second. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്?
ആവറേജ് സ്പീഡിൻ്റെ വാല്യൂവും ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡിഫറൻ്റ് ആണ്. ഏത് വാല്യൂ ആണ് ഗ്രേറ്റർ, അതെന്തുകൊണ്ടാണ് ഗ്രേറ്റർ ആയത് എന്ന രണ്ട് കാര്യങ്ങൾ ഇനി നിങ്ങൾ തനിയെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിളിലേക്ക് തിരിച്ചു വന്നാൽ 7 AM എ എന്ന സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാറ് 9 AM ബി എന്ന സിറ്റിയിലേക്ക് എത്തുന്നു. ആവറേജ് വെലോസിറ്റി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ആവറേജ് വെലോസിറ്റി ഈസ് 50 km/h. That means from 7 AM to 9 AM the speed of the car was 50 km/h. അത് പോസിബിൾ ആണോ? ഈ 2 മണിക്കൂർ 50 km/h എന്ന ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യാൻ കാറിന് പോസിബിൾ ആണോ? അല്ലല്ലോ. ചില സമയങ്ങളിൽ ഈ കാറ് 50 km/h എന്ന വെലോസിറ്റിയേക്കാളും കൂടിയ വെലോസിറ്റിയിൽ പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ വെലോസിറ്റി ഇതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടാവാം. ചില സമയങ്ങളിൽ വെലോസിറ്റി 0 ആയിട്ട് മാറിയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള വേരിയേഷൻസ് ഒന്നും തന്നെ ഈ ആവറേജ് വാല്യൂവിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ വേരിയേഷൻസ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 7:25 എന്ന ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എന്തായിരുന്നു ആ കാറിൻ്റെ വെലോസിറ്റി? ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ടൈം ഇൻ്റർവെലിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. 7 to 9 എന്നുള്ളത് ഞാൻ 7 to 7:30, 7:30 to 8, 8 to 8:30, 8:30 to 9 എന്ന 4 ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ 7 to 7:30 വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. എനിക്കത് 52 എന്ന് കിട്ടിയെന്ന് വിചാരിക്കും. 7:30 to 8 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ എനിക്ക് 48 എന്ന് വരുന്നു. ഇതുപോലെ 4 ഇൻ്റർവെൽസിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. നേരത്തെ ഉള്ളതിനേക്കാളും കുറേ കൂടി സ്പെസിഫിക് ആയില്ലേ വാല്യൂസ്? 7 to 7:30 വെലോസിറ്റി നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ? ഇല്ല. അവിടെയും വേരിയേഷൻ വന്നിട്ടില്ലേ? ആ വേരിയേഷൻ അറിയണമെങ്കിൽ വീണ്ടും നമുക്ക് ഡെൽറ്റ ടി എന്ന ടൈം ഇൻ്റർവെലിനെ ചെറുതാക്കി മാറ്റണം. നമുക്കൊന്ന് ചെറുതാക്കി മാറ്റാം. ഞാൻ വളരെ ചെറിയ ഇൻ്റർവെൽ എടുക്കുന്നു. 7 to 7:1, 7:1 to 7:2, 7:2 to 7:3, അങ്ങനെ 1 മിനിറ്റുള്ള ഇൻ്റർവെലായിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ലാർജ് ഇൻ്റർവെൽസ് കിട്ടും. ഈ ഓരോ ഇൻ്റർവെൽസിലെയും വെലോസിറ്റി ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റും 7 o'clock ഇതായിരുന്നു വെലോസിറ്റി, 7.1 ദ കാർ വാസ് മൂവിങ് വിത്ത് ദിസ് പെർട്ടിക്കുലർ വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. ഞാൻ ഈ ഇൻ്റർവെൽ വളരെ വളരെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഒരു 1 സെക്കൻഡ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എനിക്ക് ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് കിട്ടും അല്ലേ? ഇങ്ങനെ വളരെ ചെറിയ ഇൻ്റർവെലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന ഇക്വേഷനിൽ ഡെൽറ്റ ടി വളരെ വളരെ ചെറുതായി മാറിയാൽ ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഡെൽറ്റ ടി ചെറുതായി മാറണമെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടിയെ നമുക്ക് 0 ആക്കി മാറ്റാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ മേക്ക് ഡെൽറ്റ ടി വെരി മച്ച് ക്ലോസ് ടു 0. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദാ ഇങ്ങനെ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാണ്. വി ഈക്വൽസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന ഇക്വേഷനിൽ ഞാൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു അണ്ടർ എ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന ലിമിറ്റിൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ടൈം ഇൻ്റർവൽ വളരെ വളരെ ചെറുതായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, വെലോസിറ്റി ഈക്വൽസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ദിസ് വെലോസിറ്റി ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. It is the rate of change of position with respect to time at a particular instant. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇത്രയും വലുതായിട്ട് എഴുതുന്നതിന് പകരം കാൽക്കുലസിൽ നമ്മൾ ഇക്വേഷനെ ഇങ്ങനെ സിമ്പിളായി എഴുതാറുണ്ട്, വി ഈക്വൽസ് ഡി എക്സ് ബൈ ഡി ടി. ഈ ഡി ബൈ ഡി ടി എന്നത് ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേറ്ററാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേര് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഈസ് കോൾഡ് ടൈം ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ഓർ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്താണ്
കാൽക്കുലസിലെ ഈ ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്സും ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററും എന്നറിയാൻ നമുക്ക് വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ ഇമാജിൻ ചെയ്യാം. ഒരു ദിവസം വൈകിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന് മുന്നിലുള്ള റോസ് ഫ്ലവറിൽ ഒരു മൊട്ട് കാണുന്നു എന്ന് വിചാരിക്കും. ആ മൊട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അടുത്ത ദിവസം രാവിലെ ഇത് വളരെ മനോഹരമായ ഒരു റോസ് ഫ്ലവറായി മാറും. ഇതറിയാവുന്ന നിങ്ങൾ അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് വന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഭംഗിയുള്ള ഒരു റോസ് ഫ്ലവർ കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ടല്ലേ. ഈ മൊട്ട് വിരിഞ്ഞ് പൂവായി മാറിയ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഈ പ്രോസസ്സ് എത്ര സമയം കൊണ്ടാണ് നടന്നത്? തലേ ദിവസം വൈകിട്ട് 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 മണി വരെ നടന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇത്. ഇതിൽ എപ്പോഴാണ് പൂ വിരിഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. വൈകുന്നേരം മുതൽ രാവിലെ വരെ നടന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ പ്രോസസ്സിൽ ഇന്നലെ രാത്രി 7:30 ഈ പൂവിൻ്റെ സ്റ്റേറ്റ് എന്തായിരുന്നു അറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലുള്ള സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള പൂവിൻ്റെ സ്റ്റേറ്റ് കുറേ ഫോട്ടോകൾ എടുത്തു വയ്ക്കുന്നു എന്ന് വിചാരിക്കൂ. ആ ഓരോ ഫോട്ടോയിലും നിങ്ങൾ കാണുന്നത് പൂവിൻ്റെ ഓരോ പുതിയ സ്റ്റേറ്റുകളായിരിക്കും. ഈ ഓരോ സ്റ്റേറ്റിനെയുമാണ് നമ്മളിതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാർജ് പ്രോസസ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സായ സ്റ്റേറ്റുകൾ കണ്ടെത്താനാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്നത്. രാവിലെ വരെയുള്ള ഫോട്ടോസ് നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ആ പൂ വിരിയുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫോം ചെയ്യിച്ചൂടെ? അപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നത് ഈ കിട്ടിയ ഓരോ ഫങ്ഷൻസിനെയും ആഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അത് കാൽക്കുലസിലെ വേറെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ പൊസിഷനിൽ ഒരു ലാർജ് ചേഞ്ച് ഉണ്ടാവുന്നു. ഈ പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചിൻ്റെ റേറ്റ് പല ഇൻസ്റ്റൻറ്റിലും പലതായിരിക്കാം. ആ ഓരോ ഇൻസ്റ്റൻറ്റിലെയും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്സ് പ്രയോജനപ്പെടുത്തുന്നത്. ഇനി എങ്ങനെയാണ് കാൽക്കുലസിൽ നമ്മൾ ഈ ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത് എന്നറിയാൻ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. എഴുതൂ, നിങ്ങളൊരു ഫംഗ്ഷൻ എഴുതൂ, എക്സ് ഈക്വൽസ് ടി റൈസ് ടു എൻ. എക്സ് എന്നത് പൊസിഷനാണ്, ടി എന്നത് ടൈമാണ്. ഈ ഓബ്ജക്റ്റ് റെസ്റ്റിലാണോ മോഷനിലാണോ? ടിക്ക് നിങ്ങൾ പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എക്സ് സെയിം ആണെങ്കിൽ ഓബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും. അല്ല, ടി നിങ്ങൾ ചേഞ്ച് ചെയ്യിക്കുമ്പോൾ എക്സും ചേഞ്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഓബ്ജക്റ്റ് മോഷനിലായിരിക്കും. ഇനി നിങ്ങൾ പറയൂ, ഓബ്ജക്റ്റ് റെസ്റ്റിലാണോ മോഷനിലാണോ? അതെ, ദിസ് ഓബ്ജക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. നമുക്കിതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തൂടെ? വെലോസിറ്റിക്ക് നമുക്കറിയാം ഇക്വേഷൻ dx/dt. ഇഫ് എക്സ് ഈക്വൽ ടു ടി റൈസ് ടു എൻ ബൈ കാൽക്കുലസ് dx/dt ഈക്വൽസ് എൻ ടി റൈസ് ടു n-1. മാത്സിൽ നിങ്ങൾ ഈ ഇക്വേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ഓർത്തു വയ്ക്കാം. ടി റൈസ് ടു എന്നിൻ്റെ ഡിഫറൻഷ്യൽ എൻ ടി റൈസ് ടു n-1 ആണ്. നമുക്കൊരു ഫിസിക്കൽ എക്സാമ്പിളിലേക്ക് വരാം. ലെറ്റ് എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ. എക്സ് പൊസിഷനാണ്, ടി ടൈമാണ്. സോ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ. ബോഡി മോഷനിലാണല്ലോ. വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കൂ. dx/dt ഈക്വൽസ് d/dt ഓഫ് ടി സ്ക്വയർ ഓർ dx/dt ഈക്വൽസ് എൻ ടി റൈസ് ടു n-1 എന്നാണ് ഇക്വേഷൻ അല്ലേ. സോ 2t റൈസ് ടു 2-1. സോ dx/dt ഈക്വൽസ് 2t. ഇങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ എടുത്ത ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ? നോക്കി, എക്സ് ഈക്വൽസ് ടി സ്ക്വയർ. എക്സ് പൊസിഷനാണ്, ടി എന്ന് പറയുന്ന ടൈമാണ്. അപ്പോൾ ഒരു സാധ്യതയില്ല അവിടെ അല്ലേ. അപ്പോൾ ഇതൊരു ഇൻകറക്റ്റ് ഇക്വേഷനാണ് എന്ന് കരുതേണ്ടതില്ല. ഇവിടെ ടി സ്ക്വയറിനോടൊപ്പം ഒരു കോഎഫിഷ്യൻ്റ് കൂടി ഉണ്ടാവും. ആ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 1 ആയി അസ്യൂം ചെയ്തുകൊണ്ടാണ് ഞാനിതിങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ കോഎഫിഷ്യൻറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. എക്സ് ഈക്വൽസ് എ ടി ക്യൂബ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. എക്സ് ഈക്വൽ ടു എ ടി ക്യൂബ്. എന്തായിരിക്കും വെലോസിറ്റി? ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കൂ. വി ഈക്വൽസ് dx/dt.
എ ടി ക്യൂബ് എന്ന് നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ടി ആണ് വേരിയബിൾ. സോ ഞാനിതിന് ഇങ്ങനെ മാറ്റി എഴുതുന്നു, എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി ക്യൂബ്. ഡിഫറൻഷ്യേറ്റ് ചെയ്തേ. എഗെയിൻ റിമെമ്പർ ദ ഇക്വേഷൻ, എൻ ടി റൈസ് ടു എൻ മൈനസ് 1. സോ 3 ടി റൈസ് ടു 3 മൈനസ് 1 അല്ലേ, 2. സോ വെലോസിറ്റി എന്തായി മാറുമെന്ന് നോക്ക്, 3 എ ടി സ്ക്വയർ. ഇങ്ങനെയാണ് ഡിഫറൻഷ്യൽ മെത്തേഡിൽ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, എല്ലാ ഓട്ടോമൊബൈൽസിലും ഒരു സ്പീഡോമീറ്റർ ഉണ്ട്. ഈ സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് ആവറേജ് സ്പീഡാണോ, ആവറേജ് വെലോസിറ്റി ആണോ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണോ, അതോ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? സ്പീഡോമീറ്റർ ആണ്. സ്പീഡോമീറ്റർ ഒരിക്കലും നമ്മുടെ കാർ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ കാണിക്കാറില്ല. അതുകൊണ്ട് ഇത് വെലോസിറ്റി അല്ല മെഷർ ചെയ്യുന്നത്, അത് മെഷർ ചെയ്യുന്നത് സ്പീഡാണ്. ആവറേജ് സ്പീഡാണോ, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണോ, ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള സ്പീഡാണോ കാണിക്കുന്നത്, അതോ ആവറേജ് ആണോ? ആവറേജ് അല്ലല്ലോ. സോ സ്പീഡോമീറ്റർ ഓഫ് എ വെഹിക്കിൾ മെഷേഴ്സ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഈ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അസൈൻമെൻറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. എഴുതൂ, ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. എ മാൻ walks on a straight road from his home to a market 2.5 kilometer away with a speed of 5 kilometers per hour. Finding the market closed, he instantly turns and walks back home with a speed of 7.5 kilometers per hour. What is the magnitude of average velocity and average speed of the man over the interval of time? First one, 0 to 30 minutes, 2, 0 to 50 minutes, and 3, 0 to 40 minutes. ആവറേജ് വെലോസിറ്റിയുടെയും ആവറേജ് സ്പീഡിൻ്റെയും ഇക്വേഷൻസ് നമുക്കറിയാം. അത് തമ്മിലുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കണം. ആ ഡിഫറൻസ് മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഇൻ്റർവെല്ലിലും ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോപ്പറായ യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും സെയിം തന്നെയാണോ വരുന്നത്, അതോ ഡിഫറൻസ് ഉണ്ടോ എന്ന കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നത് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു കോൺസെപ്റ്റാണ്. എങ്ങനെയാണ് ഫങ്ഷൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് എന്ന 1-2 എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.